പ്രഭാഷകനും CPI നേതാവുമായ VK സുരേഷ് ബാബുവിന്റെ വീട്ടിൽ ഒരുക്കിയ ഗ്രന്ഥാലയം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ചിറ്റാരിപ്പറമ്പിലെ സബർമതി എന്ന വീട്ടിൽ നാരായണ എന്ന പേരിലാണ് ഗ്രന്ഥാലയം. യുവകലാ സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി OK മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ അനുഭവിപ്പിക്കുന്ന പുസ്തകങ്ങളുടെ ഒരു വലിയ ലോകമാണ് നമ്മളിവിടെ ഈ ഗ്രന്ഥാലയത്തിലൂടെ നമുക്ക് തുറന്നു കിട്ടുന്നത്. തീർച്ചയായും അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതല്ലോ, വായന, സോഷ്യൽ മീഡിയയുടെ ഒക്കെ വിഷയങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ സമൂഹ മാധ്യമ വായനകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് കൈ വിരൽ തുമ്പിൽ നമുക്ക് അറിവ് കിട്ടും, വിവരങ്ങൾ കിട്ടും, ചരിത്രം കിട്ടും, ശാസ്ത്രം കിട്ടും. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന തലച്ചോറിന്റെ സവിശേഷതയെക്കുറിച്ച് പഠിച്ച പ്രഗത്ഭരായ ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങളുടെ വായനയെ പരിപോഷിപ്പിക്കുക. ഡോക്ടർ കുമാരൻ വയലേരി അധ്യക്ഷനായി. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പവിനാക്കാരായി, തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് NV രമേശൻ, P സുധാകരൻ, സിജ രാജീവൻ, KC അജിത് കുമാർ, C ഗോപി എന്നിവർ സംസാരിച്ചു. ജയരാജൻ മുടപ്പത്തൂർ, ഡോക്ടർ കുമാരൻ വയലേരി, നന്ദാത്മജൻ കൊതേരി, KV ധർമ്മരാജൻ, ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പുസ്തകങ്ങൾ സംഭാവന നൽകി. ചടങ്ങിൽ മലയാളം ഓപ്പൺ ലൈബ്രറി പ്രവർത്തകർ സുരേഷ് ബാബുവിന് ഉപഹാരം നൽകി. ഉപഹാരങ്ങളായി ലഭിച്ചതും വില കൊടുത്തു വാങ്ങിയതുമായ 2000ഓളം പുസ്തകങ്ങളോട് കൂടിയതാണ് ഗ്രന്ഥാലയം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.